നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. നാഷണൽ ഹെറാൾഡിന്റെ 751 കോടിയുടെ സ്വത്ത് കണ്ടുകെട്ടിയത് PMLA അഡ്ജുഡിക്കേഷൻ അതോറിറ്റിയും ശരിവെച്ചു. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവർ പ്രതിപട്ടികയിലുള്ള കേസാണിത്. ജിൽബി ചേരുന്നു ദില്ലിയിൽ നിന്ന്. ജിൽബി, എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? ഷമ്മി, ഈ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ഇപ്പോൾ വീണ്ടും തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ നേരത്തെ ഈ കേസിൽ സോണിയാഗാന്ധിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഒക്കെ ഇതിൽ ചോദ്യം ചെയ്തിരുന്നു. അതായത് പ്രധാനമായിട്ടും നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമകളായിരുന്ന AJLന്റെ ആസ്തികൾ യങ് ഇന്ത്യൻ ലിമിറ്റഡ് കമ്പനി എന്ന പുതിയ കമ്പനി വഴി തട്ടിയെടുത്തു എന്നതാണ് ഈ കേസിന്റെ ആധാരം. അതുപോലെ തന്നെ 2008 നാഷണൽ ഹെറാൾഡ് പത്രം അടച്ചുപൂട്ടുന്ന സമയത്ത് AJL കോൺഗ്രസിന് 90 കോടി രൂപ കുടിശ്ശിക വരുത്തിയിരുന്നു. അതിന്റെ പേരിൽ 2000 കോടി രൂപയോളം വരുന്ന സ്വത്ത് തുച്ഛമായ വിലയ്ക്ക് സോണിയയും രാഹുലും ചേർന്ന് സ്വന്തമാക്കിയെന്നാണ് ആക്ഷേപം. ഇത്തരത്തിൽ ഈ കേസ് വന്നതിന് പിന്നാലെയായിരുന്നു ഇവരെ ചോദ്യം ചെയ്യുകയും ഏകദേശം സോണിയാഗാന്ധിയെ 3 ദിവസവും രാഹുൽ ഗാന്ധി 5 ദിവസവും ഇവിടെ ദില്ലിയിൽ ചോദ്യം ചെയ്യുകയും അതിനിടെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഈ ദില്ലിയിൽ അരങ്ങേറുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ നാഷണൽ ഹെറാൾഡിന്റെ 751 കോടി രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടിയത് ഇപ്പോൾ PMLA അഡ്ജുഡിക്കേഷൻ അതോറിറ്റി ശരിവെച്ചിരിക്കുകയാണ്. അതായത് സ്വത്ത് കണ്ടുകെട്ടൽ ശരിയാണോ എന്ന് പരിശോധിച്ച ശേഷം ഇപ്പോൾ ഈ തീർപ്പാക്കൽ സമിതിയാണ് ഇതിനൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എന്നവരടക്കം ഈ പ്രതിയായ കേസിൽ കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു ഇതിലെ ഈ സ്വത്ത് കണ്ടുകെട്ടുകയൊക്കെ ചെയ്തത്. എന്തായാലും ദില്ലിയിലെ ഹെറാൾഡ് ഹൗസ് ഉൾപ്പെടെ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിന്റെ 661 കോടിയുടെ ആസ്തിയും യങ് ഇന്ത്യൻ എന്ന കമ്പനിയുടെ പക്കലുള്ള 90 കോടിയുടെ ഓഹരിയുമാണ് ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ PMLA അഡ്ജുഡിക്കേഷൻ അതോറിറ്റി ഇപ്പോൾ ഇത് ശരിവെച്ചിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം നേരത്തെയും ഈ കേസുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ സ്വത്ത് കണ്ടുകെട്ടിയത് ഇപ്പോൾ ശരിവെച്ചിരിക്കുകയാണ്. ഷമ്മി, സുബ്രഹ്മണ്യ സ്വാമിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യം മുന്നിലേക്ക് വരുന്നത്. ഇത് സംബന്ധിച്ച് ആരോപണങ്ങൾ ഉയർത്തിയത്. ഈ ഏറ്റെടുക്കൽ ഇത് ഒട്ടും സുതാര്യമല്ല എന്നുള്ള ഒരു പരാതി ആദ്യം മുതൽ തന്നെ ഉയർന്നിരുന്നു. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് പല വിശദീകരണങ്ങളും നൽകിയെങ്കിലും അതൊന്നും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ബോധ്യമായിരിക്കുന്നത്. കോടതികളടക്കം ഇത് അംഗീകരിക്കുന്നില്ല. പല പ്രാവശ്യം രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ദീർഘനേരം ചോദ്യം ചെയ്യുകയും എല്ലാം ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച് കോൺഗ്രസ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ്. ഷമി, തീർച്ചയായും അതായത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 2013 സുബ്രഹ്മണ്യൻ സ്വാമി ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുന്നത്. ഒപ്പം ഈ കേസിൽ ഈ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഒപ്പം മോത്തിലാൽ വോറ, ഓസ്കാർ ഫെർണാണ്ടസ്, മാധ്യമപ്രവർത്തകൻ സുമൻ ദുബെ, സാങ്കേതിക വിദഗ്ധൻ സാം പിത്രോന്ത എന്നിവരെയും പ്രതി ചേർത്തിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ അതായത് കോൺഗ്രസ് വലിയ രീതിയിലുള്ള വിവരങ്ങളൊക്കെ, അതായത് അവർ ഇത്തരത്തിൽ നടത്തിയിട്ടില്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പോലും ഇതിൽ കോൺഗ്രസിന് എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഈ കാര്യത്തിൽ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുമ്പോട്ട് പോവുക എന്നുള്ള കാര്യം നിർണായകമാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പല രീതിയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടികൾ ഉണ്ടാകുന്നു. പല വിധത്തിൽ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ ഇപ്പോൾ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുന്നുണ്ട്. ഈ കേസിൽ ഇപ്പോൾ പ്രധാനമായിട്ടും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രതിയായിട്ടുള്ള ഒരു കേസാണ്. അവർ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതാണ്. അതിനുശേഷവും ED ഇതുമായിട്ടുള്ള അന്വേഷണവുമായിട്ട് മുമ്പോട്ട് പോയപ്പോൾ വീണ്ടും അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നു. എന്തായാലും ED ഇതുമായിട്ടുള്ള അന്വേഷണങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയിരുന്നു. അതിനൊക്കെ പിന്നാലെയായിരുന്നു ഇവരെ ചോദ്യം ചെയ്യാനൊക്കെ വിളിപ്പിച്ചത്. എന്തായാലും അതിനുശേഷം ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ നവംബറിൽ ഇത്തരത്തിൽ സ്വത്ത് കണ്ടുകെട്ടിയതൊക്കെ ഇപ്പോൾ PMLA അഡ്ജുഡിക്കേഷൻ ഇത് അംഗീകരിച്ചിരിക്കുകയാണ്. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. എന്ത് നിലപാടായിരിക്കും കോൺഗ്രസ് സ്വീകരിക്കുക എന്നതാണ് ഇനി നിർണായകം. ഷമി, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും എത്ര ന്യായീകരണങ്ങൾ നൽകിയാലും നിയമത്തിന് മുന്നിൽ അതൊന്നും നിലനിൽക്കുന്നില്ല എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ജിൽബിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.